നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ADGP MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്താൽ പോരെന്നും പിരിച്ചുവിടുകയാണെന്നും ചെയ്യേണ്ടതെന്നാണ് PV അൻവർ MLA പറഞ്ഞിരിക്കുന്നത്. വീണ്ടും ADGPക്കെതിരെ അതിശക്തമായ രീതിയിലാണ് PV അൻവർ MLA ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടുവരുന്നത്. സർക്കാർ അത്തരമൊരു തീരുമാനമെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കോറികളിൽ നിന്ന് ADGP അജിത് കുമാറിന് മാസപ്പിടി കിട്ടുന്നുണ്ട് എന്നുള്ള പുതിയ വിവരമാണ് അൻവർ പങ്കുവയ്ക്കുന്നത്. കോട്ടക്കൽ പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിൽ നിർമ്മിച്ച കെട്ടിടത്തിന്റെ പേരിൽ വലിയ സാമ്പത്തിക തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നും PV അൻവർ MLA ആരോപിച്ചു. ആരോപണം ഉന്നയിച്ച കോട്ടക്കൽ പോലീസ് സ്റ്റേഷനിലെ കെട്ടിടം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു PV അൻവർ MLA. അന്നത്തെ മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസ് ആണ് കോട്ടക്കൽ പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിൽ നിർമ്മിച്ച കെട്ടിടത്തിന്റെ പേരിലുള്ള സാമ്പത്തിക തട്ടിപ്പിന് പിന്നിലെന്നും PV അൻവർ ആരോപിച്ചു. ക്രിമിനൽ സംഘം ഏത് രീതിയിലും പണമുണ്ടാക്കുകയാണ്. തന്റെ സുരക്ഷയ്ക്കായി തോക്ക് കൈവശം വെക്കുന്നതിനായി ലൈസൻസിലുള്ള നടപടികൾ തുടരുന്നുണ്ട്. തോക്കിന് ലൈസൻസ് ഉടൻ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഭയമുണ്ടായിട്ടല്ല തോക്ക് ലൈസൻസിന് അപേക്ഷിച്ചതെന്നും PV അൻവർ പറഞ്ഞു. ADGP MR അജിത് കുമാറിനെതിരായ ആരോപണങ്ങളിൽ അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും നിലവിൽ ADGP സ്ഥാനത്ത് നിന്ന് അജിത് കുമാറിനെ മാറ്റി നിർത്തിയിട്ടില്ല. ADGP അവധി നീട്ടി ചോദിക്കാൻ സർക്കാരിന് അപേക്ഷ നൽകാനിരിക്കെയാണ് വീണ്ടും ആരോപണവുമായി PV അൻവർ MLA രംഗത്തെത്തിയത്. ADGPക്കെതിരായ നടപടി സസ്പെൻഷനിൽ ഒതുങ്ങരുതെന്നും സർവീസിൽ നിന്നും പുറത്താക്കുകയാണ് വേണ്ടതെന്നായിരുന്നു അൻവറിന്റെ പ്രതികരണം. ADGP MR അജിത് കുമാർ നൊട്ടോറിയസ് ക്രിമിനൽ തന്നെയാണെന്നും അവധിയിൽ പോകുന്നത് തെളിവുകൾ അട്ടിമറിക്കാനാണെന്നാണ് PV അൻവർ MLA നേരത്തെ ആരോപിച്ചിരുന്നത്. ഇന്ന് ഉച്ചയോടെ കോഴിക്കോട് നിന്നും കാണാതായ മാമിയുടെ കുടുംബത്തെ സന്ദർശിച്ച ശേഷമായിരുന്നു ആരോപണം. ADGPയെ മാറ്റുമോ എന്ന ചോദ്യത്തിന് നല്ലതിനായി പ്രാർത്ഥിക്കാം എന്നായിരുന്നു അൻവറിന്റെ മറുപടി. ഏതായാലും അജിത് കുമാറും മാറും. മാമി തിരോധാനത്തിൽ തെളിഞ്ഞും ഒളിഞ്ഞും അജിത് കുമാർ ഇടപെട്ടിട്ടുണ്ട്. ഇതിന് തെളിവുകളുണ്ട്. ഈ തെളിവുകൾ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് കൈമാറും. മാമി കൊല്ലപ്പെട്ടു എന്നാണ് സംശയിക്കുന്നത്. മാമി എനിക്ക് നേരത്തെ അറിയില്ലെന്നും അൻവർ പറഞ്ഞു. ഇപ്പോൾ രൂപീകരിച്ച ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ വിശ്വാസമുണ്ട്. CBI വരണമെന്ന ആവശ്യത്തിൽ നിന്നും തൽക്കാലം പിന്മാറാൻ കുടുംബത്തോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്ന് PV അൻവർ പറഞ്ഞു. P ശശിക്കെതിരായ ആരോപണത്തിൽ നടപടിയൊന്നുമില്ലല്ലോ എന്ന ചോദ്യത്തിന് കാര്യങ്ങൾ വഴിതിരിച്ചു വിടേണ്ട എന്നായിരുന്നു അൻവറിന്റെ പ്രതികരണം. ഇനി രാഷ്ട്രീയ ആരോപണം ഉണ്ടാവില്ല, ഇനി രാഷ്ട്രീയ പറയാനില്ല, പോലീസ് അന്വേഷണത്തിൽ മാത്രമാണ് മറുപടിയെന്നും PV അൻവർ പറഞ്ഞു.